PM ശ്രീ നിലപാട് മാറ്റത്തിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് വലിയ അതൃപ്തി. കേന്ദ്ര ഫണ്ട് കിട്ടിയില്ലെങ്കിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല. ജനയുഗത്തിലെ വാർത്ത ആരെ വിരൽ ചൂണ്ടുന്നുവെന്ന് മനസ്സിലാകും. നമ്മളാരും മണ്ടന്മാരല്ലെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. SSKയുടെ 1500 കോടി രൂപ കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ എനിക്കില്ല. അത് ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുത്തോളൂ. യഥാർത്ഥത്തിൽ PMCയുടെ ഫണ്ടിനെ പറ്റിയോ അല്ലെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം അല്ല. SSKയ്ക്കും അതുപോലെ തന്നെ സ്റ്റാർസ് പദ്ധതി, അതുപോലെ PM ജൻമൻ പദ്ധതി, ഇത്തരം പദ്ധതികളിൽ കിട്ടുന്ന കാശ് വാങ്ങുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ SSKയിൽ നിന്ന് നമുക്ക് 92.41 കോടി രൂപ കിട്ടിയായിരുന്നു. ഇനി SSKയിൽ നിന്ന് കിട്ടേണ്ടത് 1066.36 കോടിയാണ് കിട്ടാനുള്ളത്. സ്റ്റാർസ് പദ്ധതിയിൽ അവർ അനുവദിക്കപ്പെട്ട കാശ് 212.63 കോടിയാണ്. പട്ടികവർഗ ഹോസ്റ്റൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയൊക്കെ ഉള്ള PM ജൻ പദ്ധതിയിൽ 12 കോടി രൂപ കിട്ടാനുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ വാങ്ങുന്നതിന് വേണ്ടിയാണ് പോയത്. ഇപ്പോൾ ഈ കത്തെല്ലാം കൊടുത്ത് നേരിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ സ്ഥിതിക്ക് കേന്ദ്ര ഗവൺമെന്റിന് കിട്ടേണ്ട കാശ് കിട്ടുമോ എന്നുള്ള സംബന്ധിച്ചതിൽ എനിക്ക് ആശങ്കയുണ്ട്. ദിസ്ന സുരേഷ് ഒപ്പം ചേരുന്നു. ദിസ്ന, ഇത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പുറത്തു വരുന്ന ഒരു അതൃപ്തിയല്ല, അല്ലെങ്കിൽ ആകസ്മികമായി പറഞ്ഞുപോയതുമല്ല. എഴുതി വച്ചു വായിക്കുന്നു. പണം കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഞാനല്ല എന്ന് കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ അനിഷ്ടം, അതൃപ്തി തുറന്നു പറയുന്നു വിദ്യാഭ്യാസ മന്ത്രി, അല്ലേ? തീർച്ചയായും കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ തന്നെ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് CPI കുത്തിക്കൊണ്ടും ബിനോയ് വിശ്വത്തെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടുമാണ് മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത് എന്ന് തന്നെയാണ്. പ്രധാനമായും PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നിരുന്നു. ജനയുഗത്തിൽ ഉൾപ്പെടെ ബിനോയ് വിശ്വം നൽകിയ കാര്യങ്ങൾ, എഴുതിയ കാര്യങ്ങൾ, അത് ആരെ വിഡ്ഢിയാക്കുവാനാണ് തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി ഉന്നയിച്ചത്. പ്രധാനമായും വിദ്യാഭ്യാസ മന്ത്രി എടുത്തു പറഞ്ഞത്, ഇനി കേന്ദ്രത്തിൽ നിന്നും ഫണ്ട് കിട്ടിയില്ല എങ്കിൽ അതിൻ്റെ ഉത്തരവാദി താനായിരിക്കില്ല, താൻ അത് ഏറ്റെടുക്കുകയുമില്ല, ആരാ എന്ന് വെച്ചാൽ അത് ഏറ്റെടുത്തോളൂ എന്ന് തുടങ്ങി പരോക്ഷമായ രീതിയിൽ വിമർശിക്കാൻ തന്നെയാണ് മന്ത്രി ചെയ്തത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. വലിയ രീതിയിലുള്ള ഒരു ഓപ്ഷൻ തന്നെയായിരുന്നു മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് CPIയുടെ വിജയമായി കണക്കാക്കേണ്ടതില്ല, കൂടി ആലോചിച്ച് തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത് എന്ന് തന്നെയാണ് പറഞ്ഞത്. മാത്രമല്ല, ഈ PM ശ്രീ പദ്ധതിയിൽ നിന്നും പിന്മാറിയിട്ടില്ല എന്നൊരു കാര്യം കൂടി മന്ത്രി വി ശിവൻകുട്ടി എടുത്തു പറയുന്നു. നോട്ട് വിഡ്രോവൽ കെപ്റ്റിൻ അബേൻസ്, അതായത് താൽക്കാലികമായി ഒരു മരവിപ്പിക്കൽ മാത്രമാണ് നടന്നത്. ഈ പദ്ധതിയിൽ നിന്നും ഞങ്ങൾ പിന്മാറിയിട്ടില്ല, പിന്മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊരു നിലപാട് കൂടി മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കുകയാണ് കൃഷ്ണരാജ്. എന്തായാലും PM ശ്രീ പദ്ധതിയെ ചൊല്ലി ചേരിപ്പോരുകൾ രൂക്ഷമാകുന്ന ഒരു സാഹചര്യമുണ്ട്. ബിനോയ് വിശ്വ അല്പസമയത്തിനകം MN സ്മാരകത്തിൽ എത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം, മന്ത്രി വി ശിവൻകുട്ടിയുടെ രൂക്ഷ വിമർശനത്തിനെതിരെ ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണവും നമുക്ക് ലഭിക്കുമെന്ന് കരുതുന്നു. എന്തായാലും ഇതിപ്പോൾ ഫണ്ട് കിട്ടിയില്ലെങ്കിൽ എന്നെ പറയരുത് എന്ന് ഒരു മന്ത്രി പറയണമെങ്കിൽ, ഞാൻ ഉത്തരവാദിയല്ല എന്ന് എഴുതിക്കൊണ്ടുവന്ന പേപ്പറിൽ നോക്കി ഒരു മന്ത്രി നിലപാട് പറയണമെങ്കിൽ വി ശിവൻകുട്ടിക്ക് താല്പര്യമുണ്ടായിരുന്നു. PM ശ്രീ പദ്ധതി തുടരണം, കേന്ദ്ര ഫണ്ട് വരണം, ഈ വിദ്യാഭ്യാസ നയം മാറണം എന്നൊക്കെയുള്ള ആഗ്രഹം വി ശിവൻകുട്ടിക്ക് ഉണ്ടായിരുന്നുവെന്നാണോ? കാരണം ABVP-ക്കാർ ഇദ്ദേഹത്തിന് മാലയിട്ട ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതായത് പ്രതീകാത്മകമായി നേരിട്ട് ഓഫീസിൽ പോയി അഭിനന്ദിച്ചത് കണ്ടതാണ്. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് താല്പര്യമുണ്ടായിരുന്നു PM ശ്രീ പദ്ധതിയിൽ തുടരണമെന്ന്. പക്ഷേ അത് CPIയുടെ എതിർപ്പ് കൊണ്ട് മാത്രമല്ലല്ലോ. CPI പറഞ്ഞാലുടൻ അത് കേട്ട് CPM-കാർ അത് ചെയ്യുന്ന ശീലമില്ലല്ലോ. അപ്പോൾ ഈ വെടിപൊട്ടിക്കൽ CPIക്ക് നേരെ മാത്രമാവില്ലല്ലോ, CPM-നെയും വിരൽ ചൂണ്ടുന്നുണ്ട്, ശരിയോ? തീർച്ചയായും കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ തന്നെ തുടക്കം മുതൽ ഈ PM ശ്രീ പദ്ധതിയുടെ തുടക്കം മുതൽ മന്ത്രി വി ശിവൻകുട്ടി ഇതിനെ അനുകൂലിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് തന്നെയാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത്. അതായത് കേന്ദ്ര ഫണ്ട് വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് തടസ്സം നിൽക്കുന്നില്ല എന്നൊരു കാര്യവും ന്യായീകരണവുമാണ് ആദ്യഘട്ടത്തിൽ മന്ത്രി പറഞ്ഞത്. അതായത് ആദ്യം ഒരു പരോക്ഷ വിമർശനവുമായി ഒക്കെ തന്നെയും വന്ന മന്ത്രി വി ശിവൻകുട്ടിയാണ് പിന്നീട് ന്യായീകരണവുമായി രംഗത്ത് വന്നത് നമ്മൾ കണ്ടത്. കൃഷ്ണദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ വലിയ രീതിയിലുള്ള, അതായത് CPI മാത്രമല്ല
CPM-നിടയിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് മന്ത്രിയുടെ ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ എഴുതി തയ്യാറാക്കിയ ഒരു പേപ്പർ തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായമായി പ്രകടിപ്പിച്ചത് എന്ന് തന്നെയാണ്. ഈ ഫണ്ട് കിട്ടിയില്ല എങ്കിൽ തന്നെ പറയരുത്, ആരാണെന്ന് വെച്ചാൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം, തനിക്ക് യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വവും ഉണ്ടാവില്ല എന്നൊരു കാര്യം തന്നെയാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. മാത്രമല്ല, ഈ പത്രത്തിൽ ഉൾപ്പെടെ എഴുതിയ കാര്യങ്ങൾ ആരെക്കുറിച്ചാണെന്നും മറ്റുള്ളവരെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കരുത് തുടങ്ങിയ കാര്യങ്ങളും. പിന്നീട് മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് കൃഷ്ണരാജ് ഇതാണ്: ഈ PM ശ്രീയിൽ നിന്ന് പിന്മാറിയോ? അപ്പോഴുള്ള മറുപടി ഇതാണ്: PM ശ്രീയിൽ നിന്ന് പിന്മാറിയിട്ടില്ല, താൽക്കാലികമായി മരവിപ്പിക്കൽ മാത്രമാണ്. തനിക്ക് ആ പദ്ധതി, അതായത് കേന്ദ്ര ഫണ്ട് ലഭ്യമായില്ല എങ്കിൽ തന്നെ പറയരുത്. അതിൽ നിന്നും വ്യക്തമാകുന്നത് PM ശ്രീയെ അനുകൂലിക്കുകയാണ് ശിവൻകുട്ടി ചെയ്യുന്നത് എന്ന് തന്നെയാണ്. എന്തായാലും രൂക്ഷമായ വിമർശനമാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് എന്നത് തന്നെയാണ്. CPI കുത്തിയും PM ശ്രീയിൽ അതൃപ്തി പ്രകടമാക്കിയും തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം ബിനോയ് വിശ്വം ഇവിടെ എത്തും. ബിനോയ് വിശ്വത്തിൻ്റെ മറുപടി നമുക്ക് ചോദിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ്. ബിനോയ് വിശ്വം ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ബിനോയ് വിശ്വത്തിൻ്റെ മറുപടിയിലേക്ക് നമ്മൾ കടക്കുന്നതായിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബിനോയ് വിശ്വം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി മന്ത്രി വി ശിവൻകുട്ടിക്ക് എന്ത് മറുപടിയായിരിക്കും ബിനോയ് വിശ്വം നൽകുക എന്ന് കാത്തിരിക്കുകയാണ് ഓരോരുത്തരും. ബിനോയ് വിശ്വം ഇവിടെ എത്തിയിട്ടുണ്ട്. കൃഷ്ണരാജ്.